ഹലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു കുഞ്ഞ് എന്ന നിലയിലാണ് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വർഷത്തെ പോക്സോ കേസുകളുടെ കണക്ക് വരുമ്പോൾ 4594 കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ്. കാരണം പല കേസുകളും സ്റ്റേഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളോടുള്ള പീഡനമാണ്. ഇവിടെ ഓരോ 2 മണിക്കൂറിലും ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അല്ലേ. നമ്മളുടെ കേരളം ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ. നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ്, ജോലിയുള്ളവരാണ്, എല്ലാം കൊണ്ടും സൽഗുണസമ്പന്നർ. അതാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രമാത്രം ലജ്ജിക്കത്തക്ക കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, ഒരു അമ്മ, ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ ഒരു കുഞ്ഞു മകള്, ഈ മകൾ ഇതുപോലെ തന്നെ പീഡനത്തിനിരയായി. ചെറിയൊരു കുട്ടിയായിരുന്നു. അവരത് ഇതുപോലെ ഉറ്റ ബന്ധുവാണ് പീഡിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവർ കേസാക്കിയില്ല. അവർ വീടും സ്ഥലവും വിറ്റ് ദൂര സ്ഥലത്തേക്ക് മാറി താമസിച്ചു. എത്ര പേർക്ക് ഇങ്ങനെ മാറി താമസിക്കാൻ പറ്റും? എത്ര കാലം നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പൊതിഞ്ഞ് മൂടിക്കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ അത് തീർക്കുക എന്നുള്ളതല്ല ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള വഴി. ഒരിക്കലും നമുക്ക് അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞിനെ പീഡിപ്പിച്ചു എങ്കിൽ നാളെ അവൻ വേറെ കുഞ്ഞുങ്ങളുടെ പിറകെ ഈ കഴുകൻ കണ്ണുമായിട്ട് നടക്കുന്നുണ്ടാവും അല്ലേ. ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവന് ഇരയായി തീരുന്നുണ്ടാവും. അതിന് നാം തന്നെ വളം വയ്ക്കുന്ന രീതിയാണ് ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടം. ഇതിനൊന്നും ഒരിക്കലും ഒരു പ്രതിവിധിയല്ല ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോരോ മാനസിക വൈകൃതങ്ങളാണ്. ഇതിനെല്ലാം തക്കതായിട്ടുള്ള രീതിയിലുള്ള ചികിത്സയും കൊടുക്കണം. അതുപോലെ തന്നെ ശിക്ഷാരീതികളുമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ശിശുക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ്, രാഷ്ട്രീയക്കാർ, പോലീസുകാർ, അതിലുപരി കുട്ടിയുടെ വീട്ടുകാർ, ബന്ധുക്കൾ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പീഡനങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കേസുകളും പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നില്ല. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പ്രതിസ്ഥാനത്ത് മിക്കവാറും വരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഉറ്റ ബന്ധുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നത്, പോലീസ് സ്റ്റേഷനുകളിലെത്താത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെൺകുഞ്ഞാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് പലപ്പോഴും പല പാരൻസും ഇത് ഒളിച്ചു വെക്കുന്നത്. നമ്മളൊരിക്കലും സോഷ്യൽ മീഡിയയിലൊന്നും ഇത് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ സംഭവിച്ചാൽ നമുക്ക് വ്യക്തിയെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. അവിടെയെല്ലാം സേഫായിരിക്കും, സെക്യൂർ ആയിരിക്കും. ഒരിക്കൽ പോലും നമ്മുടെ ഡീറ്റെയിൽസോ നമ്മുടെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസോ പുറത്തു പോകാൻ പാടില്ല. അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളായിട്ട് പുറത്ത് പറയാതെ സോഷ്യൽ മീഡിയ വഴിയൊന്നും പുറത്തേക്ക് വിടാതിരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം പോലീസുകാർ നോക്കിക്കോളും. പലപ്പോഴും നമ്മൾ ഇവരെ പറയുന്നത് മാനസിക രോഗി എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ശരിയാണ്. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതുപോലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു കാമം തോന്നേണ്ട കാര്യമില്ല. ഇതെല്ലാം അബ്നോർമാലിറ്റിയാണ്. അതിനെ പറയും പിഡോഫീലിയ എന്ന് പറയും. ഇനി ചിലരെ സംബന്ധിച്ച് എക്സിബിഷനിസം എന്ന് പറയും. അതായത് തുണി പൊക്കി കാണിക്കുക, അതായത് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ള ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കുക എന്നുള്ളത്. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫിലിമിൽ, എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ കൂടെ ഒരു മൂവിയിൽ മുഴുനീള കഥാപാത്രം ചെയ്തയാളാണ്. പക്ഷേ അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല. പേരറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കാറിൽ വന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ കളിക്കുന്നിടത്ത് വന്ന് തുണി പൊക്കി കാണിച്ചു, കാറിൽ കയറിപ്പോയി. കുഞ്ഞുങ്ങൾ പാരൻസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ പോലീസ് കേസായി. പോലീസുകാർ പറഞ്ഞ ഡേറ്റ്
ഡേറ്റും സമയവും പ്ലേസും എല്ലാം അനുസരിച്ച് CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പം കുട്ടികൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ വണ്ടിയുടെ നമ്പർ അനുസരിച്ച് ആളെ ട്രേസ് ചെയ്തു കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഒരു നടനാണ്, ഒരു നടൻ്റെ മകൻ കൂടിയാണ്. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ പ്രിസ്ക്രിപ്ഷൻ ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സൈക്യാട്രിക് പേഷ്യൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പേരാണ് എക്സിബിഷനിസം. സ്വന്തം ഇതേപോലുള്ള സ്വകാര്യ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുക, മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ചികിത്സ എടുക്കുന്ന വ്യക്തിയായിട്ട് ഇങ്ങനെ, ഇപ്പോൾ ചികിത്സിക്കാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതൊന്നും 4 ചുവരുകളിൽ ഒതുക്കി തീർക്കാവുന്ന വിഷയമല്ല. ഇതെല്ലാം പബ്ലിക് തന്നെ നല്ല രീതിയിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യമേ വന്നുള്ളൂ. അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബന്ധുക്കളായതുകൊണ്ട് തന്നെ പല കേസുകളും ഒതുക്കി തീർക്കുകയാണെന്നല്ലേ. രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളുടെ അറിവില്ലായ്മ. എല്ലാ പാരൻസും ഒരുപോലെ എഡ്യൂക്കേറ്റഡ് അല്ല എല്ലാ കാര്യങ്ങളിലും, അല്ലേ. അവർക്ക് എവിടെ പറയണം, ആരോട് പറയണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ലാത്ത കുറേ പാരൻസ് ഉണ്ടാവും. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തില്ല. ഇനി ചില കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഈ പീഡിപ്പിക്കുന്ന വ്യക്തിയെ തന്നെ എന്ത് ചെയ്യും, ഈ കുഞ്ഞു മക്കളെ ഭീഷണിപ്പെടുത്തും. ചെറിയ കുഞ്ഞുങ്ങളെ ആണല്ലോ അവർ പീഡിപ്പിക്കുക. ഭീഷണിപ്പെടുത്തും, നിൻ്റെ അച്ഛനെ കൊല്ലും, നിൻ്റെ അമ്മയെ കൊല്ലും, പുറത്ത് പറയരുത്. ആ രീതിയിലായിരിക്കാം അവർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ ഒന്നാമത്തെ പീഡനം, അതിൻ്റെ മാനസിക വിഷമം വേറെ. രണ്ടാമത് ഞാൻ കാരണം ഇത് ലീക്കായാൽ അച്ഛനോ അമ്മയോ കൊല്ലപ്പെടുമോ എന്നുള്ള ചിന്ത, അല്ലേ. ഇനി ചില കേസുകളിൽ സ്വന്തം പാരൻസ് പോലും ഇങ്ങനെയുള്ള കുഞ്ഞു മക്കളുടെ സൈഡിൽ നിൽക്കാത്ത പാരൻസും ഉണ്ടെന്നുള്ളത് വളരെ വളരെ എന്താ പറയുക, ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പണ്ട് കാലത്തൊക്കെ ഒരു സ്ഥലത്ത് പീഡിപ്പിച്ചു, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഒന്നുകിൽ അവളുടെ വസ്ത്രധാരണം ശരിയല്ല, അല്ലെങ്കിൽ അവൾ അസമയത്ത് ഇറങ്ങി നടന്നു, അല്ലെങ്കിൽ അവൾ വല്ല കള്ളും കഞ്ചാവും അടിച്ചിട്ടായിരിക്കും നടക്കുന്നത്, അതുകൊണ്ടാണ് പീഡിപ്പിക്കുന്നതെന്ന്. ഈ കഴിഞ്ഞ ദിവസം 2 മാസം മുൻപാണ് നമ്മളൊരു വാർത്ത കണ്ടു. എല്ലാവർക്കും അത്രയധികം വിഷമം വന്ന ഒരു ന്യൂസാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത വാർത്തയാണ്. വേറൊന്നുമല്ല, ഒരു അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് എല്ലാവർക്കും മനസ്സിന് വിഷമം ഉണ്ടാക്കി. പക്ഷേ നമുക്ക് അതിലും കൂടുതലും വിഷമം വന്നത് ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതാണ്, അല്ലേ. വെറും 3.5 വയസ്സുള്ള കുഞ്ഞ് നിരന്തരമായി ലൈംഗികാക്രമണത്തിന് ഇരയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കണ്ടിട്ടാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഏത് രീതിയിലാണ് ഈ കാമഭ്രാന്തനെ പ്രലോഭിപ്പിച്ചത്? എന്തായിരിക്കാം റീസൺ? ഇവിടെ കുഞ്ഞല്ല പ്രശ്നം, വസ്ത്രധാരണമല്ല പ്രശ്നം, ഓരോരുത്തരുടെ മനോനില, മാനസിക വൈകൃതം. ഇപ്പം നമ്മൾ കണ്ടു, സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമി, അല്ലേ. അദ്ദേഹം ജയിലിലേക്ക് പോയപ്പോൾ എങ്ങനെയായിരുന്നു പോയത്? ആ പോയ പോലെയാണോ പിന്നീട് നമ്മൾ ജയിലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്ന ഫോട്ടോ കണ്ടത്? അല്ലേ. അപ്പം ജയിലെന്ന് കണ്ടാൽ, ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം അതെന്തോ വലിയ സുഖവാസ കേന്ദ്രമാണെന്നല്ലേ. ആ ഒരു രീതിയിലാണ് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്നിറങ്ങിയത്. അപ്പോൾ ജയിലിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ട്രീറ്റ് കിട്ടിയതെന്നുള്ളത് പലർക്കും സംശയമുണ്ടാകും. അപ്പോൾ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ലാത്തതും, ഇനി ഇദ്ദേഹത്തെ കണ്ട് മറ്റൊരാൾ മാതൃകയാക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ശിക്ഷാരീതികൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ഒരു വിധിയായിരിക്കണം ഓരോ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്കും സമൂഹത്തിൽ നിന്നും കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.